ഫിറോന്റെ ആൾക്കാരെന്ന് പറഞ്ഞാൽ പാരമ്പര്യ മുസ്ലിമീങ്ങൾ, അബൂജഹലിന്റെ ആൾക്കാരെന്ന് പറഞ്ഞാൽ പാരമ്പര്യ മുസ്ലിമീങ്ങൾ. അവരാദ്യം ചോദിക്കല്, എടാ നീക്കേർന്ന ഈ പുതിയത് കിട്ടി, നീ ഇന്നലെ വരെ ദിനേശ് വീടിന്റെ കുറ്റിയും വലിച്ച് കണ്ടൻ ടൗസർ വിട്ട് തെക്കോട്ടും പറക്കോട്ടും പാറാ ഓടുകയായിരുന്നില്ലടാ. ഈ സമയത്തൊക്കെ നിനക്ക് കിട്ടാത്ത ഇപ്പൊ നിനക്കൊരു പുതിയ അറിവായിട്ട് വന്നിരിക്കുന്ന തൗഹീദ് തൗഹീദ് എന്ന് നമ്മുടെ മൗലാനമാര്, നമ്മുടെ ശൈഖുനമാര്, നമ്മുടെ ഉപ്പപ്പമാരൊന്നും അറിയാത്തൊരു ഇൽമാണല്ലോടാ ഇത്. നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ധൈര്യമായിട്ട് മറുപടി പറയണം, അതെ എനിക്ക് കിട്ടിയ അറിവാണ് അറിവ്. നിങ്ങളെ കാരണന്മാരെല്ലാം അബൂ താലിബിന്റെ അനുയായികളാണ്, ഞാൻ ഖത്താബിന്റെ മകൻ ഉമറിന്റെ അനുയായിയാണ്. ധൈര്യമായിട്ട് പറഞ്ഞേക്കണം, ധൈര്യമായിട്ട് പറഞ്ഞേക്കണം. കാരണം എന്താ? മുഹമ്മദ് ഈ ഉമ്മത്തിൽ ഏറ്റവും വലിയ ആലിം അബൂ താലിബാണ്. മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ഹളറത്തിൽ കിതാബോധി പഠിച്ച മൊയ്ലിയാരാണ് അബൂ താലിബ്. അഷ്റഫുൽ ഖൽക്കിന്റെ തിരുനാവിൽ നിന്ന് ഇസ്ലാം ദീൻ പഠിച്ച വ്യക്തിയാണ് അബൂ താലിബ്. 8 കൊല്ലക്കാലം കിതാബോധിയ ആളാണ്. ഇന്നും കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് 8 കൊല്ലം 10 കൊല്ലാണ് കോഴ്സ് പൂർത്തിയാക്കാൻ. അബൂ താലിബ് മുത്തിന്റെ തിരുസന്നിധിയിലിരുന്ന് ആ നാവിൽ നിന്ന് കിട്ടുന്ന ഇൽമ 8 കൊല്ലത്തോളം പഠിച്ച മഹാപണ്ഡിതനാണ് അബൂ താലിബ്. നിഷേധിക്കാൻ എനിക്ക് പറ്റുമോ? നൂവത്ത് കിട്ടിയ 1-ാം കൊല്ലം മുതൽ 8-ാം കൊല്ലം വരെ അബൂ താലിബിനെ ഹബീബ് പഠിപ്പിക്കായിരുന്നില്ലേ ദീനുൽ ഇസ്ലാം? അല്ലേ? അബൂ താലിബിനേക്കാൾ വലിയ മൗലാനനെ കാണിച്ചു തരാൻ പറ്റുമോ നിങ്ങൾക്ക്? അബൂ താലിബിനേക്കാൾ വലിയ ശൈഖുനെ കാണിച്ചു തരാൻ പറ്റുമോ നിങ്ങൾക്ക്? അബൂ താലിബിനേക്കാൾ വലിയ നേതാക്കന്മാരെയും കാരണവന്മാരെയും കാണിച്ചു തരാൻ പറ്റുമോ നിങ്ങൾക്ക്? അഷ്റഫുൽ ഖൽക്കിന്റെ ഗുരുകുലത്തിൽ നിന്ന് വിദ്യ നേടിയ ഒരേ ഒരു വിദ്യാർത്ഥിയല്ലേ അബൂ താലിബ്? അബൂ താലിബിന് കിട്ടിയ ഇൽമ് ആ കോലത്തിൽ മറ്റാർക്കെങ്കിലും കിട്ടിയിരുന്നോ? അഷ്റഫുൽ ഖൽക്ക് വീട്ടിൽ പോയിട്ട് പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നില്ലേ അബൂ താലിബിന്? ദിവസവും പോയിട്ട് പഠിപ്പിച്ചു കൊടുക്കായിരുന്നില്ലേ? ഇമാം ബുഖാരി അബൂ താലിബിന്റെ ഇൽമിനെ സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്തത് എന്താണ്? വലഖദ് അലിംതു ബിഅന്ന ദീന മുഹമ്മദി മിൻ ഖൈരി അദിയാനിൽ ബരിയത്തി ദീന ലൗലൽ മലാമത്തു വൽ ഹദാറു മസബ്ബതി ലവജതനി സംഹം ബിദാക മുബീന. ഇതല്ലേ അബൂ താലിബ് പറഞ്ഞത്? ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തതല്ലേ? ഈ റിപ്പോർട്ട് അനുസരിച്ച് ഇമാം ബുഖാരിയുടെ ഈ റിപ്പോർട്ട് അനുസരിച്ച് അബൂ താലിബിനേക്കാൾ വലിയ ആലിമ് വേറെ ആരാണ് ഈ സമുദായത്തിൽ? അഷ്റഫുൽ ഖൽക്കിനെ നേർക്ക് നേരെ ഉസ്താദാക്കിയ പഠിച്ച വിദ്യാർത്ഥി ലോകത്ത് വേറെ ആരാണ്? ഇത്ര സ്നേഹത്തോടുകൂടി അഷ്റഫുൽ ഖൽക്ക് ഇത്ര മഹബത്തോടുകൂടി പഠിച്ച വിദ്യാർത്ഥിയെ വേറെ കാണിച്ചു തരാൻ പറ്റുമോ? ഇത്ര സ്നേഹത്തോടുകൂടി പഠിപ്പിച്ച വേറൊരു വിദ്യാർത്ഥിയെ കാണിച്ചു തരാൻ പറ്റുമോ? അബൂ താലിബിനെ കൂടാതെ കാണിച്ചു തരാൻ പറ്റുമോ? 8 കൊല്ലം കരളായിട്ട് കൊണ്ടു നടന്നില്ലേ അഷ്റഫുൽ ഖൽക്ക് അബൂ താലിബിനെ? സ്നേഹത്തിന്റെ സ്നേഹമായി കൊണ്ടു നടന്നില്ലേ അബൂ താലിബിനെ അഷ്റഫുൽ ഖൽക്ക്? ആ സ്നേഹത്തിന് തുല്യമായിട്ടൊരു സ്നേഹം കാണിച്ചു തരാൻ നിങ്ങൾക്ക് പറ്റുമോ? ആ മഹബത്തിന് തുല്യമായിട്ടൊരു മഹബത്ത് കാണിച്ചു തരാൻ പറ്റുമോ? പക്ഷെ അബൂ താലിബ് ഉടലോടെ നരകത്തിലാണ്. അബൂ താലിബ് ഉടലോടെ നരകത്തിലാണ്. 8 കൊല്ലം മുഹമ്മദ് ഈ റിസാലത്തും നുബുവത്തും മുൻപിൽ വെച്ച നാവ് കൊണ്ട് പഠിച്ച ഒരു ഇൽമും അബൂ താലിബിന് ഉപകരിച്ചില്ല. അബൂ താലിബിനെ പറ്റി അബൂ താലിബ് തന്നെ പറഞ്ഞത്, വലഖദ് അലിംതു, എനിക്ക് ഇൽമ കിട്ടിയിട്ടുണ്ട്. എന്താണ് എനിക്ക് കിട്ടിയ ഇൽമ്? ബിഅന്ന ദീന മുഹമ്മദി, എന്റെ പൊന്നുമോൻ മുഹമ്മദ് പറയുന്ന ദീനുണ്ടല്ലോ, ആ ദീൻ മിൻ ഖൈരി അദിയാനിൽ ബരിയത്തി ദീന, ഇന്നിൻ ദുനിയാവില് മനുഷ്യവർഗം സ്വീകരിച്ച ദീനുകളിൽ ഏറ്റവും ഗുണകരമായ ദീനാണ് എന്റെ മോൻ പറയുന്ന ദീൻ. ഇതെനിക്ക് ഇൽമ കിട്ടിയിട്ടുണ്ട്. ലൗലൽ മലാമത്തു വൽ ഹദാറു മസബ്ബത്തി, എന്റെ ജനം എന്നെ ആക്ഷേപിക്കുമായിരുന്നില്ലെങ്കിൽ, പുതിയ മതത്തിൽ ചേർന്നു എന്ന് പറയുമായിരുന്നില്ലെങ്കിൽ, നിക്കേടുന്ന ഇത് കിട്ടിയത് അബൂ താലിബേ, ഇന്റെ ഉപ്പുപ്പുമാർക്കൊന്നും കിട്ടാത്തത് എന്ന് ചോദിക്കുമായിരുന്നില്ലെങ്കിൽ, വല മസബ്ബത്തി, എന്നെ ഒരു ചീത്ത പറയുമായിരുന്നില്ലെങ്കിൽ, എന്നെ ഒരു മുട്ടയേറ് നടത്തുമായിരുന്നില്ലെങ്കിൽ, എന്റെ സ്റ്റേജ് അവർ വലിക്കുമായിരുന്നില്ലെങ്കിൽ, എന്നെ ഒരു സമുദായത്തിന്റെ പുറത്താക്കുമായിരുന്നില്ലെങ്കിൽ, എന്നെ അവർ ഒറ്റപ്പെടുത്തുമായിരുന്നില്ലെങ്കിൽ, എന്റെ ഖബർസ്ഥാനം അവർ മുടക്കുമായിരുന്നില്ലെങ്കിൽ, എന്റെ മക്കളെ കല്യാണം അവർ തടയുമായിരുന്നില്ലെങ്കിൽ, ബാക്കിയെല്ലാം കൂട്ടി വായിച്ചോളണം, ബാക്കി കംപ്ലീറ്റ് കൂട്ടി വായിച്ചോളണം. ആയിരുന്നില്ലെങ്കിൽ മോനെ മുഹമ്മദ്, നിനക്ക് പിന്തുണയുമായി ഞാൻ നിൽക്കുമായിരുന്നു മോനെ, നിന്റെ പിറകിൽ ഞാൻ ശക്തിയായിട്ട് നിൽക്കുമായിരുന്നു മോനെ, നിനക്ക് മുഴുവൻ പിന്തുണ ഞാൻ തരുമായിരുന്നു മോനെ. ഇവിടെ എന്ത് മനസ്സിലായി? ഇവിടെ എന്താ മനസ്സിലായത്? അബൂ താലിബ് ആഖിറത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. അബൂ താലിബ് ഖബറിൽ വിശ്വസിക്കുന്ന ആളാണ്. അബൂ താലിബ് ഇബ്രാഹിമി ശരീഅത്തനുസരിച്ച് കൃത്യമായി നിസ്കരിക്കുന്ന ആളാണ്. അബൂ താലിബ് ഇബ്രാഹിമി ശരീഅത്തനുസരിച്ച് മദ്യം തൊട്ടു നോക്കാത്ത ആളാണ്. അബൂ താലിബ് ഇബ്രാഹിമി മില്ലത്തനുസരിച്ച് പലിശന്റെ 5 പൈസക്ക് പോകാത്ത ആളാണ്.
എന്താ കൂട്ടരെ അബൂ താലിബിനെ പറ്റി മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? ഇവിടുത്തെ ഷീഈ പണ്ഡിതന്മാരെന്ന് പറയുന്ന മൊല്ലമാര് ഇവിടുത്തെ സകല തോന്നിയവാസങ്ങളെയും ഇസ്ലാമികമാക്കാൻ ഇന്ത്യ അന്ന് മക്കത്ത് താമസിച്ച മുശ്രിക്കീങ്ങളെല്ലാം ഇന്നാട്ടിലെ ഹിന്ദുക്കൾക്ക് തുല്യമാണെന്നും അവർക്ക് ഇറങ്ങിയ ആയത്ത് ഇവർ ഉപയോഗിക്കുന്നതെന്നും ആക്ഷേപിക്കുകയായിരുന്നില്ല ചെയ്തത്. യഥാർത്ഥത്തിൽ മക്കയിലെ മുശ്രിക്കീങ്ങള്, മക്കയിലെ ഖുറൈശികള് ഈ നാട്ടിൽ നമ്മൾ കാണുന്ന പാരമ്പര്യ ഹിന്ദു മതക്കാർക്ക് തുല്യമാണോ അതോ പാരമ്പര്യ മുസ്ലിമുകൾക്ക് തുല്യമാണോ? വല്ലാഹി ഇവിടുത്തെ പാരമ്പര്യ മുസ്ലിമുകൾക്ക് തുല്യമാണ് ഖുറൈശി സമൂഹം മുഴുവനും. അവർക്ക് ഇസ്ലാം എന്താന്ന് പഠിപ്പിക്കാനാണ് മുഹമ്മദ് മുസ്തഫ റസൂലായിട്ട് വന്നത് അല്ലേ? അല്ലെങ്കിൽ പിന്നെ അബൂ താലിബിനെ ഏത് വിധത്തിലാണ് സഹകരിപ്പിക്കാൻ പറ്റുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അബൂ താലിബുമായിട്ടുള്ള ബന്ധം അഷ്റഫുൽ ഖൽഖ് നിലനിർത്തിക്കൊണ്ടു പോയില്ലേ? ഞാൻ ചോദിക്കട്ടെ, അബൂ താലിബിന്റെ ഉപ്പ അബ്ദുൽ മുത്തലിബ്, അഷ്റഫുൽ ഖൽഖിന്റെ ഉപ്പ അബ്ദുൽ മുത്തലിബ് മരണപ്പെട്ടു. അന്ന് അഷ്റഫുൽ ഖൽഖിന് 8 വയസ്സ് പ്രായമാണ്. ഇപ്പൊ ഉമ്മയുമില്ല, ഉപ്പയുമില്ല, ഉപ്പാപ്പയുമില്ല. അഷ്റഫുൽ ഖൽഖിനെ ഉത്തരവാദിത്തമുള്ള കൈകളിൽ ഏൽപ്പിക്കണം. അബ്ദുൽ മുത്തലിബിന്റെ മക്കള് ഘടാഘടിയന്മാരുണ്ട്. അബൂ താലിബുണ്ട്, ഹംസയുണ്ട്, അബ്ബാസ് ഉണ്ട്. അങ്ങനെ പ്രഗത്ഭന്മാരായ മക്കളുണ്ട്. അതേപോലെ തന്നെ പെമ്മക്കളും ഉണ്ട്. അബ്ദുൽ മുത്തലിബിന്റെ ആൺമക്കളും പെമ്മക്കളും ഉണ്ട്. മുഹമ്മദ് മുസ്തഫ തങ്ങളെ ഏൽപ്പിക്കണം. അതെ, കൃത്യമായും ശുദ്ധമായ കൈകളിലാണ് അല്ലാഹു തആല മുഹമ്മദ് മുസ്തഫ തങ്ങളെ ഏൽപ്പിച്ചത്. അഷ്റഫുൽ ഖൽഖിന്റെ കുട്ടിക്കാലം പൂർണ്ണമായും ഹലാലായ കൈകളിലാണ് ഏൽപ്പിച്ചത്. അതെ, അബൂ താലിബിനെയാണ് അല്ലാഹു തആല ഏൽപ്പിച്ചത്. അത് അല്ലാഹുവിന്റെ തെരഞ്ഞെടുപ്പാണ്. പരിശുദ്ധ ഖുർആൻ അലം യജിദ്ക യതീമൻ ഫആവ എന്ന് പറഞ്ഞ ആയത്തിനെ മുഫസ്സിറുകൾ തഫ്സീർ എടുത്തത് ഐ അലാ ഇലാ അമ്മിഹി അബീ താലിബ് എന്നാണ്. അലം യജിദ്ക, ഓ മുഹമ്മദ് നബിയെ, നിങ്ങൾ ആയിരുന്നില്ല യത്തീമൻ, ഒരു യത്തീമായിരുന്നില്ലേ നിങ്ങൾ? ഉമ്മയുമില്ല, ഉപ്പയുമില്ല, ഉപ്പുപ്പയില്ല, എന്നിട്ട് നിങ്ങളെ ഞാൻ കൈവിട്ടില്ലല്ലോ നബിയെ. ഫആവ, ഉത്തരവാദിത്തപ്പെട്ട കൈകൾ നിങ്ങളെ ഞാൻ ഏൽപ്പിച്ചില്ലേ? ഐ ആവ ഇലാ അമ്മിഹി അബീ താലിബ്, മൂത്താപ്പ അബൂ താലിബിന്റെ കയ്യിൽ ഏൽപ്പിച്ചില്ലേ എന്ന ആയത്തിന്റെ പരിഭാഷ. എന്ന് വെച്ചാൽ അർത്ഥം, അർശിന്റെ തീരുമാനമാണ് അഷ്റഫുൽ ഖൽഖ് അബൂ താലിബിന്റെ അടുക്കളയിൽ വളരണം എന്നത്. അർശിന്റെ തീരുമാനമാണ്, ദർബാറിലെ തീരുമാനമാണ്. എന്താ കാര്യം? അത് പ്യൂറിൽ പ്യൂറാണ് അബൂ താലിബ്. 100% യോഗ്യനാണ് അബൂ താലിബ് അതിന്. അതേ, അബൂ താലിബിന്റെ അടുക്കളയിൽ ഹറാമായ ഭക്ഷണം ഉണ്ടാകുകയില്ല. മുഹമ്മദ് മുസ്തഫാന്റെ ശരീരത്തിൽ ഹറാമായ ഭക്ഷണം കഴിച്ച രക്തം ഉണ്ടാകാൻ പാടില്ല. അള്ളാഹ്ക്ക് നിർബന്ധമുണ്ട്. ഹബീബായ മുത്തിന്റെ ശരീരത്തിൽ ഹലാലായ മാംസമേ ഉണ്ടാവാൻ പാടുള്ളൂ. അള്ളാഹ്ക്ക് നിർബന്ധമുണ്ട്. അതിന് യോഗ്യൻ അബൂ താലിബ് തന്നെയാണ്. എന്തുകൊണ്ട്? അബൂ ലഹബ് അബ്ദുൽ മുത്തലിബിന്റെ വേറൊരു മോനാണ്, കോടീശ്വരനാണ്. കഅബാലയത്തിന് ചുറ്റും സ്ഥാപിച്ചിരിക്കുന്ന മഹാന്മാരുടെ ജാറത്തിൽ ഇലാഹൽറത്തി വിളിച്ച് കാശുണ്ടാക്കിയ ആളായിരുന്നു അബൂലഹബ്. ആ അബൂലഹബ് കോടീശ്വരനാണ്. അവന്റെ സമ്പത്തിനെ സംബന്ധിച്ച് അല്ലാഹു തആല കൃത്യമായിട്ട് ഖുർആൻ ശരീഫിൽ വ്യക്തമാക്കി തന്നിട്ടുണ്ട്. അവന്റെ സമ്പത്തും അവനും നശിക്കും. അവന്റെ ഔലിയാക്കൾ അവനെ ഒരു ഉപകാരവും അവനിക്ക് ഉണ്ടാക്കി കൊടുക്കൂല. ഔലിയാക്കളെ കെയറോഫിൽ അവനുണ്ടാക്കിയ സമ്പത്ത് ഒന്നും ഉപകരിക്കുകയില്ല. അത് മുഴുവനും അപകടത്തിന്റെ സമ്പത്താണ്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. എന്താ കാര്യം? അനധികൃതമാണ് അവന്റെ സമ്പത്ത്. കഅബാലയത്തിന് ചുറ്റും സ്ഥാപിച്ച മഹാന്മാരുടെ ശവകുടീരങ്ങളെ ജാറങ്ങളാക്കി അതിൽ ഇലാഹൽറത്തി വിളിച്ച് കാശുണ്ടാക്കുകയായിരുന്നു. പാവപ്പെട്ട സാധാരണക്കാരന്റെ വിവരക്കേടിനെയും വിശ്വാസക്കുറവിനെയും ചൂഷണം ചെയ്തു കോടീശ്വരനായ അബൂലഹബ്. ആ അബൂലഹബിന്റെ അടുക്കളയിൽ അഷ്റഫുൽ ഖൽഖ് വളരരുത് എന്ന് അള്ളാഹ്ക്ക് നിർബന്ധമുണ്ട്. അള്ളാഹ്ക്ക് നിർബന്ധമുണ്ട്. കാരണം എന്താണ്? അബൂലഹബിന്റെ അടുക്കളയിൽ പാകം ചെയ്യുന്ന ഭക്ഷണം ഹലാലല്ല. അബൂലഹബിന്റെ അടുക്കളയിൽ പാകം ചെയ്യുന്ന വെള്ളം ഹലാലല്ല. കാരണം അബൂലഹബ് കഅബാലയത്തിലെ പൂജാരിയാണ്, ജാറങ്ങളിലെ പൂജാരിയാണ്. ജാറങ്ങളിൽ വരുന്ന സാധാരണക്കാർക്ക് ഇലാഹൽറത്തി വിളിച്ചിട്ട് അവരെ ആഗ്രഹം പൂർത്തിയാക്കി കൊടുക്കാൻ വേണ്ടി മഹാന്മാരോട് പറഞ്ഞ് കാശുണ്ടാക്കിയ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അബൂലഹബിന്റെ സമ്പത്ത് ഹറാമിന്റെ സമ്പത്താണ്, ശിർക്കിന്റെ സമ്പത്താണ്, കൊടിയ കുഫറിന്റെ സമ്പത്താണ്. ആ സമ്പത്ത് മുഹമ്മദ് മുസ്തഫാന്റെ വയറ്റിലെത്താൻ പാടില്ല എന്ന് അള്ളാഹ്ക്ക് നിർബന്ധമുണ്ട്. എന്തുകൊണ്ട് അബ്ബാസിനെ ഏൽപ്പിച്ചില്ല? ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പലിശ കച്ചവടക്കാരനായിരുന്നില്ലേ അബ്ബാസ് എന്നവർ? അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബ്ബാസിനേക്കാൾ വലിയ പലിശ കച്ചവടക്കാരൻ വേറെ ഉണ്ടായിരുന്നു അന്ന്. പലിശയും കൂട്ടുപലിശക്കും പൈസ കൊടുത്ത് കൊള്ള നടത്തി കോടികൾ ഉണ്ടാക്കിയ ദീനാറിന്റെയും ദിർഹമിന്റെയും ഉടമയായിരുന്നില്ലേ അബ്ബാസ്? ആ അബ്ബാസിന്റെ അടുക്കളയിൽ അഷ്റഫുൽ ഖൽഖ് വളരാൻ പാടില്ല എന്ന് അള്ളാഹ്ക്ക് നിർബന്ധമുണ്ട്. അബ്ബാസ് ഉണ്ടാക്കിയ പലിശ പൈസ മുഹമ്മദിന്റെ വയറ്റെത്തരുത് എന്ന നിർബന്ധം അബ്ബാസ് അല്ലാഹു തആലക്കുണ്ട്. അതേപോലെ തന്നെ എന്തേ ഹംസയെ ഏൽപ്പിച്ചില്ല? ഹംസയെ എന്തുകൊണ്ട് ഏൽപ്പിച്ചില്ല? അന്നേ ഹംസ ഒരു ജാറ്റ്പോട്ടിന്റെ ആളാണ്. അടി ഇടി പിടി മുതലായവണ് ഹംസന്റെ ഹോബി. കഅബാലയത്തിന് പ്രശ്നം ഉണ്ടാക്കുന്ന കടി വെച്ചു കൊടുക്കുക, ഭീഷണിപ്പെടുത്തുക, ഇതൊക്കെയാണ് പഴയകാലത്തെ ഹംസ അബ്ദുൽ മുത്തലിബിന്റെ ജോലി. ആ കുടുംബത്തിന് മുഹമ്മദ് വളരാൻ പാടില്ല. എങ്കിൽ അള്ളാഹുവിന്റെ സെലക്ഷൻ ക്ലിയർ ആണ്.
ക്ലിയറായ പ്യൂറായ അബൂ താലിബിന്റെ വീട്ടിൽ വേണം മുഹമ്മദ് മുസ്തഫ വളരാൻ. എന്താ കാര്യം? അബൂ താലിബിന്റെ അടുക്കളയിൽ ഹറാമിന്റെ പശർമ തീണ്ടിയിട്ടില്ല. അബൂ താലിബിന്റെ അടുക്കളയിൽ പലിശയുടെ പശർമ തീണ്ടിയിട്ടില്ല. അബൂ താലിബിന്റെ അടുക്കളയിൽ ചൂതാട്ടത്തിന്റെ പശർമ തീണ്ടിയിട്ടില്ല. അബൂ താലിബിന്റെ അടുക്കളയിൽ മദ്യത്തിന്റെ പശർമ തീണ്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അബൂ താലിബ് ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ദരിദ്രനായിരുന്നു. ആയിരുന്നില്ലേ? കഞ്ഞുടിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരാളായിരുന്നില്ലേ അബൂ താലിബ്? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളർന്നു വന്ന വീടല്ലേ അത്? ഹബീബ് പെണ്ണ് കിട്ടിയതിന് ശേഷം ഭാര്യ വീട്ടിലായിരുന്നില്ലേ താമസം? അത് കേൾക്കുമ്പോൾ മാറ്റോടക്കാർക്ക് ദഹിക്കൂല, ഭാര്യ വീട്ടിൽ താമസിക്കാന്ന് പറഞ്ഞാൽ. അഷ്റഫുൽ ഖൽഖിന് വീടുണ്ടോ സ്വന്തം? റസൂലുള്ളാഹി തങ്ങൾ വളർന്നു വന്ന അബൂ താലിബിന്റെ വീട്ടിലല്ലേ? സ്വന്തം വീടുണ്ടോ അഷ്റഫുൽ ഖൽഖിന്? അതുകൊണ്ട് തന്നെ ഭാര്യ കല്യാണം കഴിച്ചതിന് ശേഷം ഖദീജയല്ലേ വീട്ടിൽ ഒരുക്കി കൊടുത്തത്, താമസം ഒരുക്കി കൊടുത്തത്? ഖദീജാന്റെ വീട്ടിലല്ലേ അഷ്റഫുൽ ഖൽഖ് താമസിച്ചുകൊണ്ടിരുന്നത്? ഖദീജാന്റെ വീട്ടിൽ പുതിയാപ്പളയെ താമസിക്കുന്ന സന്ദർഭത്തിലല്ലേ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹയി ലഭിക്കുന്നത്, നുബുവത്ത് കിട്ടുന്നത്? അഷ്റഫുൽ ഖൽഖ് നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് തന്നെ ആ യുവത്വത്തിന്റെ പ്രസരിപ്പുള്ള സമയത്ത് തന്നെ ഖദീജയുമായി കൂടിയാലോചിച്ച് അബൂ താലിബിന്റെ സാമ്പത്തിക അവസ്ഥക്കൊരു വറുതി കാണണം, ഒരു അതിര് കാണണം, ഒരു നിവൃത്തി ഉണ്ടാക്കി കൊടുക്കണം എന്ന് റസൂലുള്ളാഹി തങ്ങളല്ലേ മധ്യസ്ഥം പറഞ്ഞ് തീരുമാനമെടുത്തത്. അങ്ങനെ ഖദീജ ബീബിന്റെ ആങ്ങള ആരാണ്? ഖദീജന്റെ ആങ്ങള അതിനാർക്കറിയാം? നമ്പൂതിരിപ്പാടിന്റെയും ഗാന്ധിജിന്റെയും നെഹ്റുവിന്റെയും ആങ്ങളെ ചോദിച്ചാലും പെങ്ങളെ ചോദിച്ചാൽ പറഞ്ഞുതരാൻ പറ്റും. അഷ്റഫുൽ ഖൽഖിന് എന്താ ആങ്ങള, ഖദീജാവിന്റെ എന്താ ആങ്ങള? അതൊക്കെ നമ്മൾ തേമത്തിന്റെയും ഖാത്തൂനിന്റെയും അയിലിന്റെയും നിഫാസിന്റെയും ജനാമത്തിന്റെയും മസല പഠിച്ചു എന്നൊക്കെ കവിഞ്ഞ് വേറെ എന്താ മൗലവി സാഹിബ് പഠിച്ചത്? നമ്മൾ പഠിച്ചത് പിന്നെന്താണ് പഠിച്ചത്? മതേതരത്വം, ജനാധിപത്യം, സോഷ്യലിസം, കമ്മ്യൂണിസം, സെക്യുലറിസം, ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ പറഞ്ഞു തരാം. അതേപോലെ തന്നെ എംഗൽസ് ആരാണ്, ലെനിൻ ആരാണ്, മാക്സ് ആരാണ്, അതേപോലെ തന്നെ നമ്പൂതിരിപ്പാട് ആരാണ്, ഇന്ദിരാഗാന്ധി ആരാണ്, നെഹ്റു ആരാണ്, രാജീവ് ഗാന്ധി ആരാണ്, മറ്റേ ഗാന്ധി ആരാണ്, ഇതൊക്കെ ചോദിച്ചാൽ നമ്മൾ വെള്ളം പോലെ പറഞ്ഞു തരാം. നിങ്ങൾ മുഹമ്മദ് മുസ്തഫാന്റെ കാര്യം നമ്മളോട് ചോദിക്കാൻ പറ്റില്ല, നമുക്കൊന്നും അറിയില്ല. ഇതാണ് ഈ ഉമ്മത്തിന്റെ പൊതു അവസ്ഥ എന്നാ പറഞ്ഞു വന്നത്, എന്നല്ലാതെ പഠിച്ചു പോയി എന്നല്ല. ഖദീജ ബീവിന്റെ ആങ്ങള അവ്വാം കെട്ടിയത് ആരെയാണെന്നറിയാമോ? ഖദീജ ബീവിന്റെ ആങ്ങള അവ്വാം റസൂലുള്ളാഹി തങ്ങളുടെ അളിയൻ, റസൂലുള്ളാഹി തങ്ങളുടെ അളിയൻ അവ്വാം കെട്ടിയത് ആരാണെന്നറിയോ? ആരെന്നറിയോ? AKG കെട്ടിയത് ആരാണെന്നറിയോ? ഖദീജ ബീവിന്റെ ആങ്ങളെ അവ്വാം കെട്ടിയത് അബ്ദുൽ മുത്തലിബിന്റെ അബൂ താലിബിന്റെ മകള് സഫിയാനെ, അബൂ താലിബിന്റെ പെങ്ങള് സഫിയാനെ, അബ്ദുൽ മുത്തലിബിന്റെ മകള് സഫിയാനെ. ആ സഫിയാക്ക് അവ്വാമിലുണ്ടായ മോനാണ് സുബൈർ ഇബ്നുൽ അവ്വാം. കേട്ടിട്ടുണ്ടോ? ആളെ കേട്ടിട്ടുണ്ടോ? ഈ അവ്വാമും ഹംസയുമായിട്ടാണ് അഷ്റഫുൽ ഖൽഖ് അബൂ താലിബിന്റെ അടുക്കലേക്ക് പോകുന്നത്. എന്തിനാ പോയതെന്നറിയുമോ? മൂത്താപ്പാനോടൊരു കാര്യം മഷൂറ ചെയ്യാൻ. എന്താ മഷൂറ? മൂത്താപ്പ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടിലല്ലേ, മക്കളെ ഞങ്ങൾ ഏറ്റെടുത്തോളാം, ഞങ്ങൾ ഓരോരാളെ ഏറ്റെടുത്താൽ മൂത്താപ്പാക്ക് ബുദ്ധിമുട്ടില്ലല്ലോ, ഞങ്ങൾ ഏറ്റെടുത്തോളാം. വലിയ സോഷ്യൽ വർക്കറായിരുന്നു ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖായ മുത്തായ മുസ്തഫ റസൂലുള്ളാഹി. നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ്, തൗഹീദിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിന് മുമ്പ് വളരെ കൃത്യമായിട്ട് കാര്യം ചരിത്രരേഖകളിൽ ഉണ്ട് താനും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ താലിബിനോട് പോയിട്ട് പറഞ്ഞപ്പോൾ അബൂ താലിബ് പറഞ്ഞു, അബൂ താലിബിന്റെ ഒരു മോനാണ് താലിബ്, മൂത്ത മോൻ താലിബ്, രണ്ടാമത്തെ മോൻ അക്കീൽ, മൂന്നാമത്തെ മോനാണ് ജഅഫർ, നാലാമത്തെ മോനാണ് അലി. അബൂ താലിബ് പറഞ്ഞു മോനോട്, മുഹമ്മദേ, എന്റെ മൂത്ത രണ്ട് മക്കളെ ഇവിടെ ആക്കിയേക്ക്, അക്കീലും താലിബും ഇവിടെ നിന്നോട്ടെ, എനിക്ക് വയസ്സായില്ലേ, എന്റെ ഒന്നിച്ചൊരാൾ വേണ്ടേ, ഒരു കാര്യം, നിങ്ങൾ ബാക്കി രണ്ടാളെയും നിങ്ങൾ എടുത്തോളി, ജഅഫറിനെയും അലീനെയും. അങ്ങനെ അഷ്റഫുൽ ഖൽഖ് അലീനെ എടുത്തു, അബ്ബാസ് ജഅഫറിനെ എടുത്തു. എന്താ കാര്യം? കഞ്ഞുടിക്കാൻ നിവൃത്തിയിലായിട്ട്, അബൂ താലിബിന്റെ വീട്ടിൽ കഞ്ഞുടിക്കാൻ നിവൃത്തിയിലായിട്ട് എടുത്തതാണ്. ഞാൻ എന്താ ഇത് പറഞ്ഞെന്നറിയോ? അത്രക്കും ദരിദ്രനായിരുന്നു അഷ്റഫുൽ ഖൽഖിന്റെ മൂത്താപ്പ അബൂ താലിബ്. എന്നിട്ടും ആ അടുക്കളയിലാണ് അഷ്റഫുൽ ഖൽഖിനെ അല്ലാഹു തആല വളർത്തിയത്. എന്താ കാര്യം? പ്യൂറായിരുന്നു അബൂ താലിബ്. പക്ഷെ ആ അബൂ താലിബ് അതുകൊണ്ടൊന്നും രക്ഷപ്പെട്ടില്ല, നേരെ നരകത്തിലേക്ക് പോയി. എന്താ മനസ്സിലാക്കേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി അടിസ്ഥാനപരമായി മനസ്സിലാക്കിയേ പറ്റൂ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ചെറുപ്പക്കാരെ, ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളെ സംബന്ധിച്ചുള്ള തിരിച്ചറിവ് കിട്ടുമ്പോൾ പഴയകാല ജഹാലത്തിനെ കാലുകൊണ്ട് തട്ടിമാറ്റി
പാരമ്പര്യത്തെ ഇളക്കി മറിച്ചോടിച്ച് അടിസ്ഥാനപരമായ പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് ആദർശത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ വർത്തമാന കാലഘട്ടത്തിലെ പാരമ്പര്യക്കാരായ ശൈഖുനമാരും മൗലാനമാരും വർത്തമാന കാലഘട്ടത്തിലെ പാരമ്പര്യക്കാരായ മറ്റ് കാരണവന്മാരും ഇവന്റെ മുഖത്ത് നോക്കി ചോദിക്കുന്ന കാര്യം, എടാ നിനക്കൊണാടാ കാര്യം മനസ്സിലായത്? ഞങ്ങൾക്കൊന്നും ഈ കാര്യം മനസ്സിലായില്ലേ? ഞങ്ങളെ ഉസ്താദുമാർക്കും ഇത് മനസ്സിലായില്ലേ? ഞങ്ങളെ മൗലാനമാർക്കും ശൈഖുനമാർക്കും ഇത് മനസ്സിലായില്ലേ? ഇന്നലെ വരെ ദിനേശ് വീടിന്റെ കുറ്റിയും വലിച്ച് തെക്കോട്ടും വടക്കോട്ടും ടൗസർ വിട്ട് കൂതാക്കുത്തര നടന്ന നിനക്കാണോടാ കാര്യം മനസ്സിലായി പോയത്? അപ്പോൾ പറയേണ്ട മറുപടി, അതെ, എനിക്കാണ് അല്ലാഹു അത് മനസ്സിലാക്കി തന്നത്. നിങ്ങൾ അബൂ താലിബ് എന്ന കാരണവന്മാരുടെ പാർട്ടിയാ, ഞാൻ ഖത്താബിന്റെ മകൻ ഉമറിന്റെ പാർട്ടിയാണ്. ആരാണ് ഖത്താബിന്റെ മകൻ ഉമർ? ആർക്കും വേണ്ടാത്ത സാധനം. ഇന്നലെ വരെ തെക്കോട്ടും വടക്കോട്ടും കണ്ടം ടൗസർ വിട്ട് നടന്ന വ്യക്തി, ഒട്ടകത്തെ പോലും മേയ്ക്കാനും കെട്ടാനും അറിഞ്ഞിട്ടില്ലാത്ത വ്യക്തി, ഖത്താബ് ഉമർ ഖത്താബിനെ പറ്റി ഉമറിനെ പറ്റി ഖത്താബ് പറയുമായിരുന്നു. അത്രമാത്രം ആധുനിക ബുദ്ധിയില്ലാത്തൊരു മനുഷ്യനായിരുന്നു എന്ന ഖത്താബിന്റെ മകൻ ഉമർ. പൈസക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഖത്താബിന്റെ മകൻ ഉമർ. ചൂതാട്ടം നടത്തി കച്ചവടക്കാരെ കൊള്ളയടിച്ച് കാശുണ്ടാക്കിയ ഖത്താബിന്റെ മകൻ ഉമർ. മക്കായിലൂടെ കച്ചവട സംഘങ്ങൾ കടന്നു പോകുമ്പോൾ ഉമർ ഉണ്ടോ നാട്ടിൽ എന്ന് കച്ചവട സംഘം അറിയുമായിരുന്നു. അതാ ഉമർ ഉണ്ടെങ്കിൽ ആ കച്ചവട സംഘത്തെ കൊള്ളയടിച്ചിരിക്കും. ഉമർ ഇല്ലാന്ന് പറഞ്ഞാലേ ശ്വാസം നേരെ ചൊവ്വേ വീടുള്ളൂ കച്ചവട സംഘത്തിന്. ആ രീതിയിൽ കാശുണ്ടാക്കാൻ എന്തും ചെയ്യാൻ മടിക്കാത്ത ഖത്താബിന്റെ മകൻ ഉമർ അവസാനം അഷ്റഫുൽ ഖൽഖിനെ കൊന്നാൽ ഇത്ര പൈസ തരാമെന്ന് ഖുറൈശി തറവാട്ടുകാര് വിളംബരം നടത്തിയപ്പോൾ ഞാൻ കൊന്നു തരാമെന്നും പറഞ്ഞ് വാളുകൊടുത്ത് അഷ്റഫുൽ ഖൽഖിനെ കൊന്ന് കാശുണ്ടാക്കാൻ പുറപ്പെട്ട ഖത്താബിന്റെ മകൻ ഉമർ, ആ ഉമറിനെയാണ് അല്ലാഹു തആല തൗഹീദിന്റെ നെടുനായകനായി തെരഞ്ഞെടുത്തത്. എങ്കിൽ ഇന്നലെ വരെ ഏറാപാറ നടന്നവൻ ഇന്ന് തൗഹീദും പറഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ അത് ഖത്താബിന്റെ മകൻ ഉമറിന്റെ അംഗീകാരമാണ്. ഇന്നലെ വരെ കാരണന്മാരും മൗലാനമാരും ശൈഖുനമാരുമായി വെലസിക് നാട്ടിന്റെ ഉത്തരവാദിത്വമായി നടന്നവർ അബൂ താലിബിന്റെ അനുയായികളുമാണ്. ഈ ചരിത്രം നിങ്ങൾ പഠിക്കും. ഖത്താബിന്റെ മകൻ ഉമറിന്റെ ആൾക്കാർക്കാണോ രക്ഷ, അതോ അബൂ താലിബിന്റെ കാരണവന്മാർക്കാണോ രക്ഷ എന്ന്?